ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IAS 16 ഓർ ഇൻഡ് IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇനീഷ്യൽ മെഷർമെൻറ്റ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആണ്. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ആസെറ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന മെഷർമെൻ്റ് ആണ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ 2 മോഡൽസ് ആണുള്ളത്, കോസ്റ്റ് മോഡൽ ആൻഡ് റീവാലുവേഷൻ മോഡൽ. Company can select cost model or revaluation model. Once cost model or revaluation model is selected, it should be continued to its entire life. ഇപ്പോൾ കോസ്റ്റ് മോഡലോ റിവാലുവേഷൻ മോഡലോ ഏത് മോഡൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് മോഡലാണോ സെലക്ട് ചെയ്യുന്നത് ആ ക്ലാസ് ഓഫ് അസറ്റ്സിന് ആ മെത്തേഡ് തന്നെ, ആ മോഡൽ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ കോസ്റ്റ് മോഡലിലും റിവാലുവേഷൻ മോഡലിലും എങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കോസ്റ്റ് മോഡലിൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും ഇമ്പയർമെൻറ്റ് ലോസും ലെസ് ചെയ്താൽ കോസ്റ്റ് മോഡലിൽ അതിൻ്റെ വാല്യൂ കിട്ടും. റീവാലുവേഷൻ മോഡലിലാണെങ്കിൽ ഫെയർ വാല്യൂയിൽ നിന്നാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, പക്ഷേ റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫെയർ വാല്യൂ, അസറ്റിൻ്റെ ഫെയർ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫെയർ വാല്യൂവിൽ നിന്ന് സബ്സീക്വൻറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും സബ്സീക്വൻറ്റ് ഇമ്പയർമെൻറ്റ് ലോസും ലെസ് ചെയ്താൽ റീവാലുവേഷൻ മോഡലിൽ വാല്യൂ കിട്ടും. ഇനി അക്കൗണ്ടിങ് മെത്തേഡ് ഫോർ റീവാലുവേഷൻ അണ്ടർ റീവാലുവേഷൻ മോഡൽ. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ റീവാലുവേഷൻ, ഒരു അസറ്റിനെ റീവാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീവാലുവേഷൻ മോഡലിൽ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് മെത്തേഡ് എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് റീവാലുവേഷൻ ഇൻക്രീസ് ഓർ അപ്വേർഡ് റീവാലുവേഷൻ. അസറ്റ് നമ്മൾ റീവാല്യൂ ചെയ്യുമ്പോൾ അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൗൺവേർഡ് റീവാലുവേഷനും ഉണ്ടാവും. അപ്വേർഡ് റീവാലുവേഷൻ ഓർ റീവാലുവേഷൻ ഇൻക്രീസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ റീവാല്യൂ ചെയ്യുമ്പോഴുണ്ട് എങ്കിൽ അപ്വേർഡ് റീവാലുവേഷനാണ്, അല്ലെങ്കിൽ റീവാലുവേഷൻ ഇൻക്രീസ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് റീവാലുവേഷൻ എന്തായിരിക്കും? റീവാല്യൂഡ് ഫിഗർ നമ്മുടെ ക്യാരിയിങ് വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണെങ്കിൽ റീവാലുവേഷൻ ഡിക്രീസ് അല്ലെങ്കിൽ ഡൗൺവേർഡ് റീവാലുവേഷൻ ഉണ്ടാവും. ഇനി അതിൻ്റെ ജേണൽ എൻട്രി ആണ് പറയുന്നത്. അപ്വേർഡ് റീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്, അല്ലേ? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റിന് നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നാണ് പറയുക, അല്ലേ? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 2. ഈ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് റീവാലുവേഷൻ സർപ്ലസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. റീവാലുവേഷൻ സർപ്ലസ് എന്ന് വെച്ചാൽ ഒരു പാർട്ട് ഓഫ് ഇക്വിറ്റി ആണ്, അല്ലേ? ഇപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ സർപ്ലസ് എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ ഡൗൺവേർഡ് റീവാലുവേഷൻ എന്തായിരിക്കും? അസറ്റിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യാണ്, അല്ലേ? അസറ്റിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡൗൺവേർഡ് റീവാലുവേഷൻ ഉണ്ടാകുമ്പോൾ ആ ഫിഗർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ജേണൽ എൻട്രി എന്താണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ് ചെയ്യുന്നത് എന്ത് കാരണമാവാം? ഡിപ്രീസിയേഷൻ കാരണമാവാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് ജേണൽ എൻട്രി എഴുതാം. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദർ ഈസ് എ പ്രീവിയസ് റീവാലുവേഷൻ ലോസ് ആൻഡ് ഗെയിൻ ഇൻ ദി കറൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസും കറൻറ്റ് ഇയറിൽ റീവാലുവേഷൻ ഗെയിനും ആണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. പ്രീവിയസ് ഇയർ റീവാലുവേഷൻ ലോസും കറൻറ്റ് ഇയറിൽ ഗെയിനും. കറൻറ്റ് ഇയറിൽ ഗെയിനാണ് വന്നത്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്, അല്ലേ? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെന്താണ് പറയുന്നത്? പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ട്.
പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ടെങ്കിൽ ലോസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലോസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡെബിറ്റ് ചെയ്ത ലോസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ടായി, അതിപ്പോൾ ക്യാൻസലായിട്ടാണ് ഗെയിൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ കറണ്ട് ഇയറിലോ ഗെയിൻ ആണ്. ഗെയിൻ വരുമ്പോൾ എന്താണ്? റീവാലുവേഷൻ സർപ്ലസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? അപ്പോൾ ജേണൽ എൻട്രി, ഫുൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? എന്തിനൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക, റിവാലുവേഷൻ സർപ്ലസിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് റിവാലുവേഷൻ സർപ്ലസ്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. പ്രോബ്ലം നമുക്കിനി ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ഗെയിനും കറണ്ട് ഇയറിൽ ലോസും വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ഗെയിൻ, കറണ്ട് ഇയറിൽ എന്താണെന്നുള്ളതിനെയാണ് നോക്കിയിട്ടാണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ നോക്കേണ്ടത്. അപ്പോൾ കറണ്ട് ഇയറിൽ ലോസാണ്. കറണ്ട് ഇയറിൽ ലോസ് ആകുമ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ കുറയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ഗെയിൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റീവാലുവേഷൻ സർപ്ലസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? റീവാലുവേഷൻ സർപ്ലസിനെ ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ലോസ് ഇൻ ദി കറണ്ട് ഇയർ, ലോസ് കറണ്ട് ഇയറിൽ വരുമ്പോൾ എന്താ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനൊക്കെ ഡെബിറ്റ് ചെയ്യണം? റിവാലുവേഷൻ സർപ്ലസിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസിനെയും ഡെബിറ്റ് ചെയ്യണം, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി നോക്കാം. റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെബ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റ് ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി ഈ ജേണൽ എൻട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത് എ ഫാക്ടറി ഹാവിങ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് ₹20 million ഹാസ് ബീൻ റീവാല്യൂഡ് അറ്റ് 23 million. റൈറ്റ് ജേണൽ എൻട്രി ടു റെക്കോർഡ് റീവാലുവേഷൻ സർപ്ലസ്. അപ്പോൾ ഒരു ഫാക്ടറിയുടെ ക്യാരിയിങ് വാല്യൂ 20 million ആണ്. അത് റീവാല്യൂ ചെയ്തു 23 million. ഇപ്പോൾ 20 million ഉണ്ടായിരുന്നുള്ളൂ, റീവാലുവേഷൻ ഫിഗറാണ് കൂടുതൽ അല്ലേ? അപ്പോൾ എന്താണ്? റീവാലുവേഷൻ സർപ്ലസ് ആണ് വരുന്നത്. എത്ര മില്യൺ ആണ്? 3 million റീവാലുവേഷൻ സർപ്ലസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി റീവാലുവേഷൻ സർപ്ലസ് ആണ് വരുന്നത് അല്ലേ? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? സർപ്ലസ് ആണ് അല്ലേ? റീവാലുവേഷൻ സർപ്ലസിലേക്ക്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റ് ടു റീവാലുവേഷൻ സർപ്ലസ്. എമൗണ്ട് എത്രയാണ്? 3 million. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ പ്രോബ്ലമാണ്, ജേണൽ എൻട്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഫാക്ടറി ഹാസ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് 20 million. ക്യാരിയിങ് വാല്യൂ 20 million ആണ് ഉണ്ടായിരുന്നത്. റീവാല്യൂ ടു 19 million. അപ്പോൾ എന്താണ്? 20 million ഉണ്ടായിരുന്നു, റീവാല്യൂ ഫിഗർ ക്യാരിയിങ് വാല്യൂവിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്താണ്? ഡൗൺവേർഡ് റീവാലുവേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് ക്രെഡിറ്റ് ചെയ്യണം. ലോസ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നോക്കാം ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റ് ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. എത്രയാണ് ഡിഫറൻസ് വരുന്ന എമൗണ്ട്? എത്രയാണ് വരുന്നത്? 1 million. ഇനി നെക്സ്റ്റ് നോക്കാം. എ ഫാക്ടറി ഹാസ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് 22 million. 2 years ago it was revalued upwards to 23 million. The value was now fallen to ₹20 billion. How will you account the revaluation decrease? ഒരു ഫാക്ടറിക്ക് ക്യാരിയിങ് വാല്യൂ 22 million ആണുള്ളത്. 2 വർഷം മുമ്പ് റീവാല്യൂഡ് അപ്വേർഡ് ടു 23 million. അപ്പോൾ 2 വർഷം മുമ്പ് അവിടെ എന്താണ്? റീവാലുവേഷൻ, അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടായിരുന്നു 23 million. അതായത് ക്യാരിയിങ് വാല്യൂ 22 million ആണ്. അപ്പോൾ അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടായിരുന്നത് 23 million. 1 million അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴോ 22 million ഉണ്ടായിരുന്നത് വീണ്ടും എങ്ങോട്ട്? 20 million ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ റീവാലുവേഷൻ ഡിക്രീസിൻ്റെയും ജേണൽ എൻട്രി എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ എന്താണ്, പ്രീവിയസ് ഇയറിൽ റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട് 1 million. കറണ്ട് ഇയറിൽ റിവാലുവേഷൻ ലോസ് ഉണ്ട് 2 million. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ഇയറിലെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ കറണ്ട് ഇയറിൽ റിവാലുവേഷൻ ലോസ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇനി റീവാലുവേഷൻ സർപ്ലസ് ആണ് കറണ്ട് ഇയറിലുള്ളത്. പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ സർപ്ലസ് ആണുള്ളത്. റീവാലുവേഷൻ സർപ്ലസ് 1 million ഉണ്ട്. റീവാലുവേഷൻ സർപ്ലസ് ഉള്ളപ്പോൾ റീവാലുവേഷൻ സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി കറണ്ട് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ട്, അതെങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതിനെയും എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക, റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റോ 1 million, റിവാലുവേഷൻ ലോസ് അക്കൗണ്ട് ഡെപ്റ്റോ 2 million, ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 3 million. ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. എ ഫാക്ടറി ഹാസ് ക്യാരിയിങ് വാല്യൂ ഓഫ് 20 million. 2 years ago the company has reduced the carrying value from 22 million. This was taken as an expense in profit and loss account. In the current year, the factory is worth rupees 23 million. Show the accounting treatment in the current year. അപ്പോൾ നമ്മളവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഫാക്ടറിയുടെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് 20 million ആണ് ക്യാരിയിങ് വാല്യൂ. 2 വർഷം മുമ്പ് കമ്പനി റിഡ്യൂസ് ദ ക്യാരിയിങ് വാല്യൂ ഫ്രം 22 million. 2 വർഷം മുമ്പ് എന്താണ് അവിടെ ഉണ്ടായത്, ഡൗൺവേർഡ് റീവാലുവേഷൻ ഉണ്ടായി. 2 million ഡൗൺവേർഡ് റീവാലുവേഷൻ ഉണ്ടായി. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഇയറിൽ 23 million. അപ്പോൾ ക്യാരിയിങ് വാല്യൂ 20 million ആണ്. കറണ്ട് ഇയറിൽ അത് എത്രയായി, 23 million ആയി. അപ്പോൾ കറണ്ട് ഇയറിൽ അവിടെ എന്താണ്, 3 million റീവാലുവേഷൻ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് 2 million, കറണ്ട് ഇയറിൽ റീവാലുവേഷൻ സർപ്ലസ് 3 million. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഇയറിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് ഉള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കറണ്ട് ഇയറിൽ അല്ലേ. കറണ്ട് ഇയറിൽ റീവാലുവേഷൻ സർപ്ലസ് ആണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാം നമുക്ക്. ഇനി പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ റീവാലുവേഷൻ ലോസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കറണ്ട് ഇയറിൽ റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ് എമൗണ്ട് വരിക, റിവാലുവേഷൻ സർപ്ലസ് വന്നിട്ടുള്ളത് 3 million ആണ് അല്ലേ. 2 റിവാലുവേഷൻ ലോസ് 2 million ക്യാൻസൽ ചെയ്യണം. ബാക്കി റിവാലുവേഷൻ സർപ്ലസ് വരുന്നത് എത്രയാണ്, 1 million ആണ് ബാലൻസ് വരിക. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് 3 million, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 million, റിവാലുവേഷൻ സർപ്ലസ് 1 million. ബാലൻസ് വരുന്നത് മാത്രമേ നമുക്ക് റിവാലുവേഷൻ സർപ്ലസിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് റിവാലുവേഷൻ ലോസ് ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് മാത്രമേ റിവാലുവേഷൻ സർപ്ലസിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് റീവാല്യൂഡ് അസറ്റ്. അതായത് ഈ റീവാല്യൂ ചെയ്യുന്ന അസറ്റ് പിന്നീട് സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അത് സെയിൽ ചെയ്യുമ്പോൾ എന്താണ്, സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലേ. ഇനി ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്. ഗെയിൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്തു, അപ്പോൾ അതിൻ്റെ വാല്യൂ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഗെയിൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി
ഡിസ്പോസൽ ഉണ്ടെങ്കിൽ വെൻ എ റീവാല്യൂഡ് അസറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഓഫ് റീവാലുവേഷൻ സർപ്ലസ് മേ ബി ട്രാൻസ്ഫർ ഡയറക്ട്ലി ടു റിറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായ ഒരു അസറ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ആ റീവാലുവേഷൻ സർപ്ലസിൻ്റെ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സർപ്ലസ് ഉണ്ടെങ്കിൽ നമ്മൾ റീവാലുവേഷൻ സർപ്ലസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ടു റീറ്റെയിൻഡ് ഏർണിങ്സ്. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് ജേർണൽ എൻട്രി വരിക. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ ഫാക്ടറി ഹാഡ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് 18 മില്യൺ. ഒരു ഫാക്ടറിയുടെ വാല്യൂ 18 മില്യൺ ആണ്, റീവാല്യൂ ചെയ്തത് 23 മില്യണിനാണ്. ഇഫ് ദി ഫാക്ടറി ഈസ് സോൾഡ് ഫോർ 26 മില്യൺ, ഫാക്ടറി സെയിൽ ചെയ്തിരിക്കുകയാണ് 26 മില്യണിന്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വേണം? ഫാക്ടറി റീവാല്യൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ റീവാല്യുവേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വേണം. ഫാക്ടറി സെയിൽ ചെയ്തതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വേണം അല്ലേ? അപ്പോൾ റീവാല്യൂ ചെയ്തത് റീവാല്യുവേഷൻ സർപ്ലസ് ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റീവാല്യുവേഷൻസ് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 3 ജേർണൽ എൻട്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി റീവാല്യുവേഷൻ്റെ ജേർണൽ എൻട്രിയാണ്. ഫസ്റ്റ് എങ്ങനെയാണ്? 18 മില്യൺ ആണ് ഉണ്ടായിരുന്നത്, റീവാല്യൂ ചെയ്തത് 23 മില്യൺ. അപ്പോൾ വാല്യൂ റീവാല്യുവേഷൻ ഫിഗറാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? റീവാല്യുവേഷൻ സർപ്ലസ് ആണ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാല്യുവേഷൻ സർപ്ലസ് എത്രയാണ്? ബാലൻസ് ഉള്ള എമൗണ്ട്, ഡിഫറൻസ് വരുന്ന എമൗണ്ട് 5 മില്യൺ. അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ സർപ്ലസ് 5 മില്യൺ. നെക്സ്റ്റ് സെയിലിൻ്റെ ജേർണൽ എൻട്രിയാണ്. ഇപ്പോൾ റീവാല്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ റീവാല്യൂ ചെയ്തപ്പോൾ 23 മില്യൺ അതിന് വാല്യൂ ഉണ്ട്. 23 മില്യണുള്ള ഒരു ഫാക്ടറി സെയിൽ ചെയ്തത് 26 മില്യണിനാണ്. 23 വാല്യൂ ഉള്ളൂ, പക്ഷേ സെയിൽ ചെയ്തപ്പോൾ 26 മില്യൺ കിട്ടി. അപ്പോൾ പ്രോഫിറ്റാണോ ലോസ് ആണോ? പ്രോഫിറ്റാണ് അല്ലേ? അപ്പോൾ ജേർണൽ എൻട്രി എന്താണ് വരിക? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ? ക്യാഷ് ഓർ ബാങ്ക് എത്രയാണ് കിട്ടിയത്? 26 മില്യൺ ആണ് ക്യാഷ് കിട്ടിയത് അല്ലേ? 2 എത്രയാണ് സെയിൽ ചെയ്തത്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എത്രയുണ്ടായിരുന്നത് വാല്യൂ? 23 മില്യൺ. അപ്പോൾ സെയിൽ ചെയ്തപ്പോൾ പ്രോഫിറ്റാണ് കിട്ടിയത്. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഗെയിൻ വരുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ് ഗെയിൻ? 3 മില്യൺ. അപ്പോൾ ജേർണൽ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 26 മില്യൺ. ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അതിൻ്റെ വാല്യൂ 23 മില്യൺ ആണ്. ബാലൻസ് വരുന്നത് പ്രോഫിറ്റാണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്? 3 മില്യൺ. ഇനി ഇതിലെന്തുണ്ട്? റീവാലുവേഷൻ ഉണ്ട്, റീവാലുവേഷൻ സർപ്ലസ് ഉണ്ട് 5 മില്യൺ. അത് ഡയറക്റ്റ്ലി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതിന് ക്രെഡിറ്റ് ചെയ്തിട്ടാണുള്ളത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി ഇങ്ങനെ വരും. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിറ്റെയിൻഡ് ഏർണിങ്സ് എമൗണ്ട് 5 മില്യൺ.